ശലോം സഹോദരരെ, ഇന്ന് തീശ്രൈ മാസം 10-ാം ദിവസം. ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നാണ് യോം കിപ്പൂർ അഥവാ പാപപരിഹാര ദിനം. കഴിഞ്ഞ വർഷത്തിൽ ഈ ദിവസത്തിൽ തുടങ്ങിയതാണ് ഞാൻ ദൈവവചനം പ്രഘോഷിക്കാനായിട്ട്. ഇന്നത്തേക്ക് ഒരു വർഷമായി. നാളിതുവരെ എന്നെ വഴി നടത്തിയ പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു വർഷത്തിൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടും തിരക്കുണ്ടായിട്ടും എല്ലാ ദിവസവും വചനം പ്രസംഗിക്കാനായിട്ട് ആബ എന്നെ കൃപയാക്കി. ഇടയ്ക്ക് ഒരു സാഹചര്യത്തിൽ എല്ലാം നിർത്തേണ്ടതായിട്ട് വന്നപ്പോൾ ഞാൻ ആബയോട് ഒരു അടയാളം വെച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട്, അവസാനമായിട്ടൊന്നും വേണമെങ്കിൽ പറയാം. ആബയോടുള്ള ആ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാണ് ഞാൻ ഈ ഉദ്യമം തുടങ്ങിയത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് ഈ അടയാളം ഒന്ന് കാണിച്ചു തരണമേ എന്ന് ഞാൻ ആബയോട് പറഞ്ഞു. ഞാൻ നിർത്താമെന്ന്. കാരണം അങ്ങക്കെതിരായി ആണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ നാവുള്ളവളായി നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ നാവില്ലാത്തവളായി നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാനാണ് എനിക്കിഷ്ടമെന്ന് ഞാൻ ആബയോട് പറഞ്ഞു. അന്ന് എനിക്കും ആബയ്ക്കും മാത്രം അറിയാമായിരുന്ന ആ അടയാളം റീനാമ്മയിലൂടെ പുറത്തു വന്ന് എന്നെ കാണിച്ചു തന്നു. റീനാമ്മയിലൂടെ എനിക്ക് ഇൻസ്പിറേഷൻ തന്ന് നിർത്താതെ ഓടൂ, ലക്ഷ്യം കാണും വരെ എന്ത് തടസ്സം നേരിട്ടാലും സാത്താനെതിരെ പോരാടൂ എന്ന് എനിക്ക് റീനാമ്മയിലൂടെ ഇൻസ്പിറേഷൻ തന്ന് ആബ എന്നെ അനുഗ്രഹിച്ചതിനെ തുടർന്ന് ഞാൻ ഇന്ന് ഇവിടം വരെ എത്തി. നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ചിരി വരാം, എവിടം വരെ എത്തിയെന്ന് ചോദിച്ചിട്ട്. പക്ഷേ എനിക്കിത് വലിയ കാര്യമാണ്. കാരണം ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലോ വീഡിയോയിലോ എന്ന് വേണ്ട, ഞാൻ അങ്ങനെ ആരുടെയും മുൻപിൽ സംസാരിക്കാത്ത, ധൈര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല. ആബയുടെ കൂടെ നിന്ന് ഒരു സിംഹത്തെ പോലെ, ഒരു സിംഹി കുഞ്ഞുകുനെ പോലെ പോരാടാനുള്ള ധൈര്യം ഇന്ന് ആബ എനിക്ക് ഉണ്ടാക്കി തന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് സത്യം എന്നറിയാതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞിരുന്ന കാലത്ത് എൻ്റെ മോൾക്ക് സംഭവിച്ച ഒരു കാര്യം, ഒരു അത്ഭുതം, ഞാനത് ഒരിടത്ത് ചെന്ന് സാക്ഷ്യം പറയാനായിട്ട് ഇടയായി. അന്ന് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ സാക്ഷ്യം അന്ന് വൈറലായി. അവിടുത്തെ പുരോഹിതൻ അന്ന് എനിക്ക് സംഭവിച്ചത്, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ പോലും അത് മാറ്റി, ആ നന്ദി, ദൈവം തന്ന ആ വലിയ ഒരു അത്ഭുതത്തിൻ്റെ നന്ദി പോലും മാറ്റി സാത്താന് കാഴ്ചവെച്ചു. പിന്നീട് ഞാൻ ജീവനുള്ള എൻ്റെ യഥാർത്ഥ ദൈവത്തെ, ഇസ്രായേലിൻ്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ മനസ്സിലാക്കി. അതിനാലാണ് പാപപരിഹാരത്തിനായി കഴിഞ്ഞ വർഷം പാപപരിഹാര ദിനത്തിൽ ഞാൻ ഈ വീഡിയോസ് ആരംഭിച്ചത് തന്നെ. എൻ്റെ ആബയോടുള്ള എൻ്റെ നന്ദി എനിക്ക് ലോകം അറിയിക്കണം. ഞാൻ ചെയ്ത തെറ്റ് ലോകം അറിയണം എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ദൈവത്തിനുള്ള നന്ദി എടുത്ത് സാത്താൻ പോയപ്പോൾ എൻ്റെ കൂടെ എന്നെ പുകഴ്ത്താനായിട്ട് ഈ ലോകം തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും പുകഴ്ത്തി, എവിടെ ചെന്നാലും ഞാൻ അന്ന് ടി വിയിൽ കണ്ട ആളല്ലേ, കുഞ്ഞല്ലേ, എങ്ങനെയല്ലേ, അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് 100,000 പേര് എന്നെ പുകഴ്ത്തി വാനോളം പ്രശംസിക്കുവാനും എൻ്റെ കൂടെ നിന്നിരുന്നവരെല്ലാവരും ഞാൻ യഥാർത്ഥ ദൈവത്തെ, ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരാൾ പോലും എൻ്റെ കൂടെ ഉണ്ടായില്ല. എന്നെ വെറുത്തു അവരെല്ലാവരും. അതുമാത്രമല്ല, അവരെല്ലാവരും എന്നോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങി. ഈ ഒരു വർഷക്കാലത്തെ ഒരനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പാടില്ലയോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ നന്മകൾ ഇസ്രായേൽ മക്കളെ അനുകരിച്ച് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്, അതെല്ലാം മുടക്കാനും സാത്താനെ പോലെ
വീട്ടിലും നാട്ടിലും ഫ്രണ്ട്സും എന്ന് വേണ്ട എല്ലാവരും എന്നോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങി. സങ്കീർത്തനം 139:20 അങ്ങയുടെ ശത്രുക്കൾ അങ്ങയുടെ നാമം വൃഥാ എടുക്കുന്നു. അധോനായേ, അങ്ങയെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? അങ്ങയോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദേഷ്യത്തോടെ അവരെയും ദേഷിക്കുന്നു, അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. ഇത് സങ്കീർത്തനം 139:20 ആണ്. അതിനാൽ എൻ്റെ ദൈവത്തിൻ്റെ ശത്രുക്കൾ എൻ്റെ വീട്ടുകാരായാൽ പോലും എന്തിന് എൻ്റെ അടുത്ത ബന്ധുക്കളായാൽ പോലും എനിക്ക് ശത്രു തന്നെയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നീട് ആബയുടെ മഹത്വം ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാൻ തുടങ്ങി. ഓരോ ദിവസവും വഴി നടത്തുന്ന ദൈവം, ശത്രുക്കൾ തോൽപ്പിക്കാനായി ഓരോ വഴിയും തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ആബയോട് ചോദിക്കും, ഞാനിനി എന്ത് ചെയ്യും ആബ? ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് വെക്കാനില്ല, ആരും എനിക്ക് സപ്പോർട്ടില്ല, എന്നെ തല്ലിയാൽ കൂടി ചോദിക്കാൻ ഒരാളില്ല ആബ. പക്ഷേ അത്ഭുതമാണ് ഞാൻ കണ്ടത്. എൻ്റെ അപ്പനായി ആബ നിന്ന നിമിഷങ്ങൾ, പല അത്ഭുതങ്ങൾ ഞാൻ എൻ്റെ കണ്ണിലൂടെ കണ്ടു. എനിക്ക് വേണ്ടി എൻ്റെ ആബ പൊഴുതുന്നത് വരെ ശത്രുക്കൾ എനിക്ക് വേണ്ടി എന്നെ തോൽപ്പിക്കാൻ വേണ്ടി വെച്ച വഴിയിലൂടെ തന്നെ കർത്താവ്, ഞാൻ നടക്കില്ല, ഞാൻ തോറ്റുപോകും, എൻ്റെ ധൈര്യം ചോർന്നു പോകും, ഞാൻ തിരിച്ച് അവരുടെ വഴിക്ക് വരുമെന്ന് വിചാരിച്ച് അവർ ഓരോ വഴി തിരഞ്ഞെടുക്കുമ്പോഴും ആ വഴി രക്ഷയ്ക്കുള്ള ഒരു പുതിയ വഴിയായി എൻ്റെ അപ്പൻ മാറ്റുന്നത് അത്ഭുതത്തോടെ ഞാൻ കണ്ടു നിന്നിട്ടുണ്ട്. ഞാൻ തകരുമെന്ന് പ്രതീക്ഷിച്ചവരുടെ മുൻപിൽ ആ വഴിയിലൂടെ തന്നെ ഞാൻ നടന്ന് നട്ടെല്ലുള്ളവളായി. അവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പല ടാസ്കുകളും ഞാൻ തന്നെ ചെയ്തു തീർത്ത് എൻ്റെ അപ്പൻ എന്നെ അവരുടെ മുൻപിൽ ശക്തയാക്കി ഉയർത്തി കാണിച്ചു. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാ, ഒരാളും ചോദിക്കാനില്ല. തോതാ ആബ്ജി, ആബയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കഷ്ടങ്ങളും വരും. ഇത് രണ്ടും രണ്ടാണ്, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രശ്നങ്ങൾ എന്നുള്ളത് പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങൾ നാം ജയിച്ചേ മതിയാകൂ. കാരണം നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു ആൾക്കും, ഒരു മത്സരാർത്ഥിക്കും വിജയത്തിൻ്റെ കിരീടം ലഭിക്കില്ല. ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നവൻ എത്ര ഓടിയിട്ടുണ്ട് മുൻപ് എന്ന് പറഞ്ഞാലും ആ നിർണായകമായ മത്സരത്തിൽ ആ സമയത്ത് അവൻ ഓടി ജയിച്ച് കാണിച്ചു കൊടുക്കണം, എന്നാലേ അവന് സമ്മാനം കിട്ടൂ. അതുകൊണ്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ ആബയോട് കൂടി നിന്ന് പൊരുതി നമ്മൾ ജയിക്കണം. നമ്മളെ ഡെസ്പാക്കാനായിട്ട് സാത്താൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കും, നമ്മുടെ സഹോദരരിലൂടെ ആണെങ്കിൽ പോലും. അവനെ കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടി നെരിക്കണം ആ സാത്താനെ. അതിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട്. പക്ഷേ അതുപോലെയല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകൾ, അതായത് രോഗം, മരണം, ദാരിദ്ര്യം, ഇവയൊക്കെ നാം സന്തോഷത്തോടെ നേരിടാൻ പഠിക്കണം. അതായത് ഞാൻ പറഞ്ഞത് പ്രശ്നങ്ങൾ പരീക്ഷണങ്ങളാണ്, അവയെ ജയിക്കണം. എന്നാൽ കഷ്ടതകൾ വരുമ്പോൾ തോതാ ആബ എന്ന് പറഞ്ഞ് സന്തോഷിക്കണം, ദൈവത്തെ സ്തുതിക്കണം. ഞാൻ ഇന്ന് വന്നത് ഇതിനെപ്പറ്റിയൊന്നും പറയാനല്ല, ജസ്റ്റ് ഞാൻ എന്നെപ്പറ്റി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ്. അതായത് യോം കിപ്പൂർ, പാപപരിഹാര ദിനം. ഇന്ന് തീശ്രൈ മാസം 10-ാം തീയതിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് 1-ാം തീയതി നാം റോഷന കാഹള പെരുന്നാൾ നമ്മൾ ആഘോഷിച്ചു അല്ലേ. ഈ 10 ദിവസങ്ങളിലാണ് നമ്മൾ ഒരുങ്ങി ആബയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇരിക്കുകയായിരുന്നു. നമ്മൾ ഈ ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ നമ്മൾ കരഞ്ഞു. അന്ന് 1-ാം തീയതി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ ഓഡിറ്റിംഗ് ആയിരുന്നു എന്ന്. അതിൻ്റെ തീർപ്പ് ദിവസമാണ് ഇന്ന്. അതായത് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീവൻ്റെ പുസ്തകമെടുത്ത് ദൈവം നിന്നെ വിലയിരുത്താൻ തുടങ്ങുകയായിരുന്നു അന്ന് 1-ാം തീയതി. എന്നാൽ ഇന്ന് ആ ഓഡിറ്റിംഗ് അവസാനിക്കുന്ന ദിവസമാണ്. ഇന്ന് ആ പുസ്തകം അടച്ച്
സീൽ വെക്കും, പിന്നെ അത് തുറക്കില്ല. അതായത് നിൻ്റെ അവസാനത്തെ ചാൻസ്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയുന്നത് ക്രിസ്ത്യാനികൾ, ഇത് യഹൂദരുടെ ദിവസമല്ലേ എന്ന്. അല്ലയോ ക്രിസ്ത്യാനി, നിൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ, തോറ, അത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതല്ലേ, പിന്നെ നീ എന്നത് കയ്യിൽ വെച്ചിരിക്കുന്നേ? നിൻ്റെ ദൈവം, നീ ആരാധിക്കുന്ന ദൈവം, അത് ഇസ്രായേലിൻ്റെ ദൈവമല്ലേ? അങ്ങനെയെങ്കിൽ നിനക്കും കർത്താവിൻ്റെ ഫീസ്റ്റുകൾ ആചരിക്കുവാൻ കടമയുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ശരീരം ഏത് രാജ്യത്തിലായാലും ഇരുന്നോട്ടെ, പക്ഷെ നിങ്ങൾ തോറ ആചരിക്കുന്ന, അതനുസരിച്ച് ജീവിക്കുന്ന ഈ ലോകത്തിലെ ഏക ജനതയായ ദൈവത്തിൻ്റെ മക്കളോടുകൂടെ വഴി നടക്കണം. കാരണം എന്താ? നിങ്ങൾക്ക് നേരിട്ട് ദൈവത്തിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാനാവില്ല. നീ കാട്ടൊലിവാണ്. ജാതികളായ നമ്മളെ നാട്ടൊലിവിനോടാണ് ഒട്ടിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ബഡായ നിനക്ക് ജീവൻ വേണമെങ്കിൽ, നീ തളിർത്ത് പുഷ്പിക്കണമെങ്കിൽ തണ്ടിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കണം. തണ്ട് വേരിനോട് ചേർന്നിരിക്കിയാൽ നമുക്കും രക്ഷ കിട്ടും. ഇതിനെപ്പറ്റി ഞാൻ മുൻപ് നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. വേര് യേശുവായാണ്. ആ യേശുവായിൽ നിന്നാണ് തണ്ടായ യഹൂദൻ വെള്ളവും വളവും വലിച്ചെടുക്കുന്നത്. ക്രിസ്ത്യാനിയെ, നീ ആ തണ്ടിന്മേൽ ബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഇത് ഞാൻ പറഞ്ഞ കഥയൊന്നല്ല, ഈ ബഡിൻ്റെ കഥ. ബൈബിൾ വായിക്കുന്നവർക്കറിയാം. പുതിയ നിയമത്തിൽ റോമക്കാർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 17 വാക്യം, കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്തിന്? ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയാകുവാൻ. ഇതിലെല്ലാം ഉണ്ട് ഈ വാക്യത്തിൽ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായോ ആരാണ് കാട്ടൊലിവെന്നും ആരാണ് നാട്ടൊലിവെന്നും? ഇതൊക്കെ പറഞ്ഞിട്ട് പൗലോസ്ലീഹ താഴെ പറയുന്നുണ്ട്, റോമക്കാർക്ക് എഴുതിയ ലേഖനം 11:18, പക്ഷേ നീ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ ഒന്നോർക്കണം, നീ വേരിനെയല്ല ചുമക്കുന്നത്, വേര് നിന്നെയാണ് ചുമക്കുന്നത്. മനസ്സിലായോ? സ്വാഭാവിക കൊമ്പുകളെ അവിശ്വാസം മൂലം ദൈവം ഒടിച്ചു കളഞ്ഞ് നിന്നെ, അതായത് കാട്ടുമരമായ നിന്നെ, 24 വാക്യത്തിൽ എഴുതിയേക്കാണ്, കാട്ടുമരം, സ്വഭാവത്താൽ വെറും കാട്ടുമരമായ നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്ത്യാനിയെ നീ ആലോചിച്ച് നോക്ക്, നിനക്ക് കിട്ടിയത് എന്താണ്? ദൈവത്തിൻ്റെ ദയ. അല്ലാതെ നീ മക്കളെക്കാൾ വലിയവരാണ് എന്ന് നീ അഹങ്കരിക്കരുത് എന്നാണ് ഈ വാക്യത്തിൽ ഇവിടെ പറയുന്നത്. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? യഹൂദനെ തള്ളിക്കളഞ്ഞു, എന്നെ എടുത്തു എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. സ്വന്തം മക്കളെ കുരുടാക്കി നിനക്ക് തിന്നാൻ തന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. നീ അത് മനസ്സിലാക്കണം, അല്ലാതെ അഹങ്കരിക്കരുത്. അതിനാൽ സ്വന്തം മക്കളോട് ഒട്ടി നിന്നാലേ നിനക്ക് രക്ഷ കിട്ടുകയുള്ളൂ എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ചിലർ പറയൂല, യേശുവായുടെ ക്രൂശ് മരണം വഴി ന്യായപ്രമാണം നീക്കി, ഇതൊന്നും ഞങ്ങൾ ആചരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ക്രിസ്ത്യാനിയെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ പുതിയ നിയമമാണ്. ഇത് പറഞ്ഞത് യേശുവായുടെ ശിഷ്യന്മാരാണ്. ദൈവം പറഞ്ഞ ഫീസ്റ്റുകളെല്ലാം യേശുവ ആചരിച്ചിരുന്നു. മരണശേഷം ശിഷ്യന്മാരും ആചരിച്ചിരുന്നതായിട്ട് നമുക്ക് അപ്പസ്തോല പ്രവൃത്തികളും മുതൽ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ക്രൂശ് മരണം കഴിഞ്ഞപ്പോൾ ഇനി ഇത് വേണ്ട എന്നാണെങ്കിൽ ശിഷ്യന്മാർ എന്തിന് ആചരിച്ചു? പരിശുദ്ധാത്മാവിനാൽ നടത്തിയിരുന്ന അവർ ഇത് ചെയ്തത് പാപമായിരുന്നു. പൊട്ട ക്രിസ്ത്യാനിയെ, നീ ചിന്തിക്ക്, നിന്റെ പുരോഹിതൻ പഠിപ്പിച്ചത് തെറ്റായിരുന്നു. നീ കണ്ണ് തുറക്ക്. ഞാൻ ഇന്ന് വിഷയത്തിലോട്ട് വരാം. ഇന്ന് പാപപരിഹാര ദിവസം. നീ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിനക്ക് തിരിച്ചു വരാനായിട്ട് ഒരവസരം ദൈവം തരികയാണ്. നമ്മൾ എത്ര തികഞ്ഞവരാണെങ്കിലും ചുങ്കക്കാരനെ പോലെ ആത്മാവിൽ ദരിദ്രനായിരിക്കണം. അപ്പാ, അങ്ങയുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലപ്പാ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടാവും ഈ ദിവസത്തിന് എന്താ പ്രത്യേകത എന്ന്, അല്ലേ?
നമ്മുടെ ദൈവം എല്ലാം ക്ഷമിക്കില്ലേ, വേറെ ഏത് ദിവസം പ്രാർത്ഥിച്ചാലും കേൾക്കില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കി. അതായത് ദൈവസഭയിലെ നിയമങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ദൈവം ഭൂമിയിലും ആക്കി വെച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്താണെങ്കിൽ ഗവൺമെൻറ് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യത്തിന് ഒരു ഡേറ്റ്, ഇന്ന കാര്യം ആ ഡേറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായിട്ട് അന്നേരം 1000 രൂപയൊക്കെ നിരോധിച്ച ആ ഒരു സംഭവം തന്നെ എടുക്ക്. അപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞല്ലേ, നിങ്ങളിൽ 1000 നോട്ടുണ്ടെങ്കിൽ ബാങ്കിൽ ഇന്ന ഡേറ്റിന് മുമ്പ് ചെന്നാലേ അത് മാറ്റാൻ പറ്റുള്ളൂ. ആ ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെട്ടിയിൽ നിന്ന് ഒരു 1000 2-3 നോട്ട് കിട്ടിയെന്ന് വിചാരിക്കും. നിങ്ങൾ ബാങ്കിൽ ചെന്നാൽ അത് എടുക്കുമോ? ഇല്ലല്ലോ. അവർ പറയും ദിവസം കഴിഞ്ഞു എന്ന് പറയും അല്ലേ. അതുപോലെ ഒരു രാജാവ് ഒരു സമ്മാനം ഇന്ന ദിവസം വന്നാൽ പ്രജകൾക്ക് തരും. അന്ന് ബർത്ത്ഡേ ആണ്, ഇന്ന ദിവസം വന്നാൽ രാജാവ് എല്ലാവർക്കും ഇന്ന സമ്മാനം കിട്ടും എന്ന് പറഞ്ഞാൽ അതിന് നേരത്തെ ചെന്നിട്ടായാലും ആ ദിവസം കഴിഞ്ഞിട്ടായാലും രാജാവ് കരുണാമയനല്ലേ, എന്തായാലും ഞങ്ങൾക്കൊക്കെ തരാൻ വേണ്ടിയിട്ടല്ലേ ഇത് വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞ് ചെന്നാൽ നിനക്ക് ആ സമ്മാനം കിട്ടുമോ? ഇല്ലല്ലോ. ആ ഡേറ്റ് കഴിഞ്ഞു എന്ന് പറയൂലേ അവിടുത്തെ ആൾക്കാരൊക്കെ. അപ്പോൾ ഒരു വെറും മനുഷ്യനായ നിന്റെ കാര്യം അതാണെങ്കിൽ ദൈവത്തിന് എന്താ നിന്നേക്കാൾ വിലയില്ലേ? അതിനാൽ യോം കിപ്പൂർ ദിവസം നിന്റെ പാപത്തിന് പാപപരിഹാരം കിട്ടുമെന്ന് കേട്ടാൽ കേട്ട പാതി ഓടിച്ചെന്ന് നീ ആ അനുഗ്രഹം മേടിച്ചെടുക്കണം. ബുദ്ധിയുള്ളവൻ അങ്ങനെയാണ്. അല്ലാതെ വേറെ ദിവസം പോയിട്ട് കാര്യമില്ല. ഈ നിയമങ്ങൾ ദൈവസഭയിലുമുണ്ട്. ദൈവം എപ്പോഴും, നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അടുക്കും ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. റൂൾസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവത്തെ അല്ലേ. ഇസ്രായേൽക്കാരെയൊക്കെ വിടുവിച്ചത് ഓരോരോ നിയമങ്ങൾ. അല്ലെങ്കിൽ ഇസ്രായേൽക്കാരെ എന്തേ എടുത്തുകൊണ്ട് വന്ന് പറത്തിക്കൊണ്ടുവന്ന് കനാൻ ദേശത്ത് കൊണ്ടുവയ്ക്കാൻ എന്തേ ദൈവത്തിന് കഴിവില്ലേ? മനസ്സിലായോ? പക്ഷേ ദൈവം 10 ബാധകൾ അയച്ച്, അപ്പം അതിനൊക്കെ ഒരു റൂളുകളുണ്ട്. ദൈവം ഓരോ പ്രവൃത്തികളുടെ പിൻപിലും ദൈവത്തിന് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഒറ്റയടിക്ക് ചെയ്യുന്ന പോലെയല്ല. അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അല്ലാതെ നീ വിചാരിക്കുന്ന മാതിരി എല്ലാം ക്ഷമിക്കുന്ന ദൈവം ആരാ? നീ ആരാധിക്കുന്ന നിന്റെ പ്രതിമ, നിന്റെ പുരോഹിതം പഠിപ്പിച്ച് തന്നേക്കുന്ന വിഡ്ഢിത്തരം. സങ്കീർത്തനം 50:22, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ കീറിക്കളയുമെന്ന വചനം പറയുന്നേ. ഇന്ന് ക്രിസ്ത്യാനി രാജാവും ദൈവം അടിമകളുമാണ് അല്ലേ. നീ തൊടാൻ പറയുമ്പോൾ തൊടണം. കുപ്പിയിലെ ഭൂതത്തെ പോലെയാണ്. നീ വരാൻ പറയുമ്പോൾ വരണം. നീ രോഗസൗഖ്യം കൊടുക്കുമെന്ന് പറയുമ്പോൾ കൊടുക്കണം അല്ലേ. ദൈവഭയമില്ലാത്ത ജനമേ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10:31, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ ചെന്ന് വീഴുന്നത് ഭയാനകമെന്നാ പറയുന്നേ. അപ്പോൾ ദൈവസന്നിധിയിൽ പരിജ്ഞാനമില്ലാതെ കയറിപ്പോകാൻ പറ്റുമോ? ചെല്ലാൻ പറ്റുമോ? ഈ പരിജ്ഞാനം കിട്ടുന്നത് എവിടെ നിന്നാ? പരിശുദ്ധാത്മാവിൽ നിന്ന്. നിന്നെ തെറ്റി പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് സാത്താൻ്റെ തന്ത്രമാണ്. സാത്താൻ്റെ തന്ത്രം നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന തിരുവചനം പറയുന്നത്. അപ്പം എന്താണ്? സാത്താന് തന്ത്രമുണ്ട് എന്നും അത് നിങ്ങൾ അറിയണമെന്നുമാണ് സ്പഷ്ടമായിട്ട് ബൈബിളിൽ പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ളവളും അതോടൊപ്പം തന്നെ പാമ്പിൻ്റെ ബുദ്ധി കൂടെ ഉള്ളവരാകണമെന്ന് അല്ലേ. അവൻ്റെ തന്ത്രങ്ങൾ അറിയണമെങ്കിൽ ബുദ്ധി വേണം. പിശാചിൻ്റെ തന്ത്രങ്ങൾ അറിഞ്ഞ് ഷാർപ്പായിരിക്കണം നമ്മൾ. അതിനാൽ തന്നെ കണ്ണീരോടുകൂടി ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന് യോം കിപ്പൂർ, പാപപരിഹാര ദിനം. ഇന്നത്തെ ദിവസം ഫുൾ ഫാസ്റ്റിംഗ് ആണ്. അതായത് 2-ാം തീയതി, 1-ാം തീയതി 6 മണി മുതൽ 2-ാം തീയതി സൂര്യാസ്തമയം വരെയാണ് നമ്മൾ ഈ ദിവസം. അപ്പോൾ നമ്മൾ ആ ദിവസം ഫുള്ള് പച്ചവെള്ളം പോലും കുടിക്കാതെ നമ്മൾ യഹൂദ മക്കളോടൊപ്പം നിന്ന് ഫാസ്റ്റിംഗ് എടുക്കണം. എന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം അപ്പൻ്റെ അടുത്ത്, എനിക്ക് തെറ്റിപ്പോയി അപ്പാ. പുരോഹിതന്മാരുടെ പഠനത്തിലൂടെ എനിക്ക് തെറ്റിപ്പോയി അപ്പാ, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് വെട്ടിക്കളയലേ അപ്പാ എന്ന് പറഞ്ഞ് സ്ലീഹാ പറഞ്ഞ് പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ നിന്നോട് കരുണ തോന്നി ദൈവത്തിന് നിൻ്റെ ആ ഓഡിറ്റിങ്ങിൻ്റെ ബുക്കിൽ സീൽ ചെയ്യുന്നതിന് മുൻപേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും.
ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതി ചേർക്കാൻ പറ്റും, പേര് വെട്ടാതിരിക്കാൻ പറ്റും. ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിന് സാധിക്കില്ല. അപ്പോൾ ഞാൻ നിർത്താണ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഹീബ്രു എന്താണെന്ന് വെച്ചാൽ അപ്പാ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ്. അവിനു സ്ലീഹോട്ട് ലാനു. അവിനു AVINU. സ്ലീഹോഡ് SLICHOT. ലാനു LANU. അപ്പാ ആബാ ഞങ്ങളോട് ക്ഷമിക്കണേ. സ്ലീഹ ആബാ, സ്ലീഹ എന്ന് പറഞ്ഞാൽ സോറിയാണ്. ക്ഷമിക്കണേ അപ്പാ എന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ ആബയുടെ മുൻപിൽ, അല്ലാതെ ഈ കൊട്ടിയും പാട്ടുമൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് ഉറക്കെ വിളിച്ച് കരഞ്ഞ് മറ്റുള്ളവരെ കാണിക്കാനല്ല. കഥകടച്ച് നിൻ്റെ ദൈവത്തോട് നീയും നിൻ്റെ ദൈവവും ഒന്നിച്ചിരുന്ന് നീ നിൻ്റെ അപ്പനോട് സംസാരിച്ച് അപ്പനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് വേടിക്കുന്ന അനുഗ്രഹം. ഇന്ന് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നിർത്താണ്. എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ. പ്രത്യേകിച്ച് എൻ്റെ ജീവനായ എനിക്ക് ശക്തി തന്ന് എന്നെ ഇതുവരെ വഴി നടത്തിച്ച എൻ്റെ ആബയ്ക്ക് തോദാ.